നിലമ്പൂരിൽ നിന്ന് കൊട്ടിക്കലാശം വൈകിട്ട് 6 മണിയോടെ കൊട്ടിക്കലാശം അവസാനിക്കും. കനത്ത മഴയെ അവഗണിച്ച് എല്ലാ മുന്നണികളും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ്. LDF സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്വരാജ് അവസാന റൗണ്ടിലേറെ മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സ്വാലിഹ ചേരുന്നുണ്ട്. സ്വാലിഹ, അതായത് ഇന്നിപ്പോൾ കൊട്ടിക്കലാശമാണ്, ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ പരമാവധി വോട്ടർമാരിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളുടെയും ലക്ഷ്യം. അവിടെ നോക്കുമ്പോഴും LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മഴയാണെങ്കിൽ പോലും പ്രവർത്തകരൊക്കെ വലിയ രീതിയിൽ ആവേശത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. സ്വാലിഹ, എങ്ങനെയാണ്? തീർച്ചയായും കലാശക്കൊട്ടിനുള്ള ഒരുക്കങ്ങൾ, റോഡ് ഷോക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. പ്രവർത്തകരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ഈ വഴി കടന്നുപോയ കോൺഗ്രസ് നേതാവ് പ്രതാപനാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹത്തോട് ആളുകളെയൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡ് ഷോക്കുള്ള വാഹനം റെഡിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് വഴിക്കടവ് വഴിയാണ് ഇന്നത്തെ റോഡ് ഷോ പോകുന്നത്. വലിയ ആവേശം പ്രവർത്തകർക്കുണ്ട്. 3 മണിക്ക് മഹാറാണി ജംഗ്ഷനിലാണ് സമാപനം. ഇന്ന് നമുക്കറിയാം നേതാക്കളൊക്കെ ഒപ്പമുണ്ട്. ചിത്രരഞ്ജൻ സഖാവൊക്കെ ഒപ്പം രാവിലെ മുതൽ തന്നെ ഉണ്ട്. എങ്ങനെയാണ് റോഡ് ഷോക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണ്? വളരെ ആവേശമാണ്. വളരെ ആവേശമാണ്. അത് ചെറുപ്പക്കാരെ ഏറ്റെടുത്തിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയുടെ വിജയത്തെ സംബന്ധിച്ച് ഒരു ആശങ്കയുമില്ല. ഈ കോരിച്ചെറിയുന്ന മഴയത്ത് കാണുന്ന ഈ ആവേശം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഉജ്ജ്വല വിജയം തേടും. ഇനി നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തൊക്കെ സജീവമായി നിന്നിരുന്നതല്ലേ, അതിൻ്റെ ഒരു ആവേശമൊക്കെ എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പുതു അനുഭവം എന്ന് പറഞ്ഞാൽ പല ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും പോയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ പ്രതികൂലമായ കാലാവസ്ഥയിൽ ഇത്ര ആവേശമായ ഒരു പ്രവർത്തനം അതാദ്യമായിട്ടാണ് കാണുന്നത്. അത് സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കുള്ള ഒരു വലിയ അംഗീകാരമാണ്. ഇപ്പോൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നാരേക്കാവിലെ ബൂത്ത് കമ്മിറ്റി ഓഫീസിലാണ്. കോൺഗ്രസ് നേതാക്കളുമായി അദ്ദേഹം അഭിവാദ്യം അർപ്പിക്കുകയാണ്. അദ്ദേഹം സംസാരിക്കുകയാണ്, അവരുടെ പരിചയം പുതുക്കുകയാണ്. നമുക്ക് കാണാം പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരുമായി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കും. അവരുടെ സൗഹൃദ സംഭാഷണമാണ്. ഇവിടെ നല്ല മത്സ്യം ഐസിട്ടില്ല കിട്ടും. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ വണ്ടി വരും. മത്തി അയിലൊക്കെ അവിടെ കൊണ്ടു. കപ്പയും മീനും എല്ലാ ദിവസവും കൂടി ഉണ്ട്. ചിന്തനുണ്ടെന്ന് അറിഞ്ഞില്ല. 23-ാം തീയതി കഴിഞ്ഞാല് നമ്മള് ഇതെല്ലാവരും പോകും. തീർച്ചയായും കോൺഗ്രസ് ഓഫീസിലാണ്, കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണിത്. നരേക്കാവിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഒരു പരിചയം പുതുക്കുകയാണ്, സൗഹൃദം പങ്കിടുകയാണ് സ്ഥാനാർത്ഥി. റോഡ് ഷോ ആരംഭിക്കാൻ പോവുകയാണ്. വാഹനമൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്കറിയാം CPIM-ന്റെ മുതിർന്ന നേതാക്കളൊക്കെ റോഡ് ഷോയോട് സ്വാലിഹ, വ്യക്തമാണ്.